ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം നടന്നു. പെരുമ്പാവൂർ ഗവൺമെന്റ് സർവന്റ് സഹകരണ സംഘം ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KST ജില്ലാ പ്രസിഡന്റ് അനന്തകുമാർ നിർവഹിച്ചു. മേഖലയിലെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മെ മുന്നിൽ നിന്ന് നയിച്ചും നമ്മളോടൊപ്പം സഞ്ചരിച്ചും പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ ഭാഗമായിരുന്ന ഒരു കൂട്ടം അധ്യാപകർ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അവർക്കുള്ള KST പെരുമ്പാവൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ യാത്രയയപ്പ് പെരുമ്പാവൂർ ഗവൺമെന്റ് സർവന്റ് സഹകരണ സംഘം ഹാളിൽ നടന്നു. KST ഉപജില്ലാ പ്രസിഡന്റ് മിൻഡോ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. KST ഉപജില്ലാ സെക്രട്ടറി അരുൺ ജോർജ് സ്വാഗതം പറഞ്ഞു. KST ജില്ലാ പ്രസിഡന്റ് G അനന്തകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂരൊക്കെ കല്ല് വെച്ചറിയാൻ തയ്യാറായ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ പോരുന്ന പ്രകടനം, ആ പ്രകടനത്തിൽ എപ്പോൾ വേണമെങ്കിലും കല്ലുകൾ കിട്ടാമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവസാനമായിരുന്നു ആ പ്രകടനത്തിന്റെ പിറകിൽ നമ്മുടെ കൂടെ നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ചുമട്ടുതൊഴിലാളികളാണ്, ഈ ചുവന്ന ഈ നീല ഷർട്ടിട്ട ചുമട്ടുതൊഴിലാളികൾ. അവരാണ് പിറകിൽ, മുൻപിൽ നല്ല കല്ലേറ് വരുന്ന എപ്പോഴും പുറകിൽ നിന്നാണ്. അപ്പൊ പിറകിൽ ഒരു ലെയറായിട്ട് ഈ CIT-കാർ നിൽക്കുകയാണ്. നിങ്ങൾക്കത് ഇപ്പൊ വിശ്വസിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. ഒരുപക്ഷെ നമുക്ക് നിർഭാഗ്യമുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ സമാനാനുഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് നേരിടാം. ഞാൻ ഒരുമിച്ചല്ല, നിങ്ങൾ നേരിട്ടുള്ളൂ. നല്ല വിഷമമുണ്ടാവും നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ. പക്ഷെ ഞാൻ എൻ്റെ എന്താ പറയുക, നിറ കണ്ണുകളോടെ കണ്ടതാണ്. നമ്മുടെയൊക്കെ പിറകിൽ ഈ നീല ഷർട്ടിട്ട ആളുകൾ, അവരെ കല്ല് വെച്ചറിയാൻ പ്രാപ്തിയുള്ള ഒരാൾ വന്ന് പെരുമ്പാവൂർ പട്ടണത്തില്ല. ആ പ്രകടനം ഈ പറഞ്ഞതുപോലെ പെരുമ്പാവൂര് ഈ സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ, ഇന്നത്തെ സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോടതി പരിസരത്ത് നടന്ന് എല്ലാവരും സുരക്ഷിതരായി വീടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി എന്ന് ഉറപ്പായതിനു ശേഷമാണ് അവർ പിരിഞ്ഞു പോയിരുന്നത്. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി NM രാജേഷ്, KST ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജു PB, മീന ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകരെ ആദരിച്ചു. ഉപജില്ലാ ട്രഷറർ ബേസിൽ വർക്കി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.